ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ അണ്ടർ ദ മൂൺ കാണാൻ പോവാണ്. അതെവിടെയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഹൈദരാബാദാണ് കേട്ടോ. ഹൈദരാബാദിൽ നിന്ന് കുറച്ചുള്ളിൽ പോണേ. അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, സൺഡേ ആയിരുന്നു, അപ്പോൾ ഒന്നും ഉണ്ടാക്കിയില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇത് കാണാൻ പോകാനാണ് തീരുമാനം. ഇവിടെ ബിരിയാണി സ്മോർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഒരു ബ്രാൻഡഡ് ഷോപ്പാണ്, എല്ലായിടത്തും ഇല്ല, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ ബിരിയാണി പല നാട്ടിലെയും ബിരിയാണി അവിടെ കിട്ടും. നല്ല സൂപ്പർ ഫുഡാണ്. ഞാൻ ഓൾറെഡി ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ്. നല്ല തിരക്കുണ്ട് റോഡിൽ, കാരണം ഇന്ന് സൺഡേ ആണ്. സൺഡേ അല്ലെങ്കിലും ഹൈദരാബാദ് റോഡ് എന്നും തിരക്കാണ്, ബ്ലോക്കും കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടുത്തെ വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്പീഡിലിട്ടതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് പിന്നെ പറയാം. നമ്മുടെ ബിരിയാണി കട എത്തിയിട്ടോ. ബിരിയാണി സ്മോർ, അതിൻ്റെ സ്പെല്ലിങ് നോക്കി നോക്കൂ കേട്ടോ, വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു ഇതല്ല. അധികം ആൾക്കാരൊന്നുമില്ല. 3 മണി വരെ ഇവിടെ ഫുഡ് കിട്ടുള്ളൂ. ഈ ഷോപ്പിൽ 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടില്ല. ബിരിയാണി കിട്ടും, വേറെ ഒന്നും കിട്ടില്ല. പിന്നെ രാത്രി ആവണം. അപ്പോൾ കൃത്യം ഞങ്ങൾ 2:56 എത്തിയോണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഫ്രൈ പീസ് ചിക്കൻ ബിരിയാണിയാണ്, പിന്നെ മഞ്ചൂരിയനും ചിക്കൻ മഞ്ചൂരിയനുമാണ് ഓർഡർ ചെയ്തത്. ഇവിടുന്ന് ദം ബിരിയാണിയെ കഴിക്കാറ്, ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേറെ നമ്മൾ എടുത്തതാണ്. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടോട് കൂടി കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ വിളമ്പണ്ട, അവർ വിളമ്പിത്തരും. അതൊരു എളുപ്പമാണല്ലേ. കൃത്യമായിട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് വിളമ്പിത്തരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ നാരങ്ങ നീരൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കി. പിന്നെ നല്ല ചൂടുള്ള ചോറ് വന്ന്. പക്ഷേ ദം ബിരിയാണിയുടെ അത്ര പോലെ എനിക്ക് തോന്നിയില്ല. ദം ബിരിയാണി സൂപ്പറാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടൊരു കറി തരും. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ കഴുകാൻ പോകേണ്ട ആവശ്യമില്ല. ഒരു വെള്ളം കൊടുന്ന് തരും. അത് നല്ല ചൂടുള്ള വെള്ളവും നാരങ്ങയാണ് സോപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നമുക്ക് അണ്ടർ ദ മൂൺ കാണാൻ പോകണമല്ലോ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വൈറലായ വീഡിയോ കണ്ടിട്ടാണ് പോണത്. ഇവിടെ നമ്മുടെ നാട്ടിൽ പോണ പോലെ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതിരപ്പള്ളി പോണ് നമ്മുടെ നാട്ടിൽ നിന്ന്, അതുപോലെ മൂന്നാർ പോണ്, അങ്ങനെ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു ഔട്ടിങ് എന്ന നിലയ്ക്ക് പോകാൻ പറ്റിയതാണ്. സ്വന്തം വണ്ടിയായിട്ട് പോകണം കേട്ടോ, അല്ലാതെ ബസ് സർവീസൊന്നുമില്ല. സോ അങ്ങനെ നിൽക്കുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ടൂർ വരുന്നവർക്കൊന്നും പോകാൻ പറ്റില്ല. അത് KL വണ്ടിയായിട്ടപ്പോൾ കഴിഞ്ഞത്. പിന്നെ ഈ ഏരിയ ഫുള്ള് പട്ടാളക്കാരും അതുപോലെ എയർഫോഴ്സസൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ കടലില്ലാത്തതുകൊണ്ട് നേവി ഇല്ല. ഇവർ കുറേ ഉണ്ട്, പട്ടാളക്കാർ കുറേ ഉണ്ട്. ഈ ഏരിയ ഫുള്ള്, ഞങ്ങൾ പോയ റൂട്ട് ഫുള്ള് പട്ടാളക്കാരെ എന്തൊക്കെയാണ്. പിന്നെ മുകളിൽ കാണാനാണ് ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ പോകണം. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് വിട്ട് നമ്മളൊരു ഗ്രാമത്തിലെത്തി. ഈ റോഡ് ടാറൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോൾ ഫേമസ് ആയ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല. റോഡാകെ എന്താ പറയുക, കുലുങ്ങിയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അധികം ആൾക്കാരും കാണില്ല. ഇടയ്ക്കൊക്കെ ഒരു കാറ് പോണത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോണത്. എന്തോ റോഡ് കണ്ടിട്ട് ഭയങ്കര ശോചം. നല്ല തിരക്കുണ്ട് കേട്ടോ, പറയണ പോലെ ഒന്നല്ല. നമ്മളെ വിലങ്ങുന്നൊക്കെ പോണ പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ശരിയല്ല, ഇടയിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് നടന്നു പോകാമെന്ന് വിചാരിച്ചു. കാരണം വലിയ കുഴികളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. നടന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി എല്ലാവരും വണ്ടിയൊക്കെ എടുത്തിട്ടാണല്ലോ പോണത്, നമുക്ക് എടുത്താലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോയി. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പിന്നെയും ഇതേ അവസ്ഥ തന്നെ, കുണ്ടും കുഴിയും. പക്ഷേ ഈ വഴി കണ്ടുപിടിച്ച് പോണ അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെയും വണ്ടി വേറെ സ്ഥലത്ത് നിർത്തിയിട്ട് നടന്നു പോയി. എളുപ്പം നല്ല രസമുള്ള സ്ഥലം കേട്ടോ. കണ്ടോ മരങ്ങൾ, അത് കാണാനാണ് മെയിൻ. പിന്നെ ഇവിടെ കടലില്ലാത്തതുകൊണ്ട് ഇവർക്ക് അസ്തമയം കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് അസ്തമയം കാണുക. അപ്പോൾ ഞങ്ങൾ ഈ മരത്തുമലൊക്കെ കയറുക, ഒരു രസമല്ലേ ഇതൊക്കെ. പിന്നെ ഇവിടെ ഇതൊക്കെ ഉള്ളൂ കാണാൻ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമുക്കൊരു രസം. ഫുഡും കഴിച്ചിട്ടുണ്ട്, ഉറക്കവും വരുന്നുണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇവിടെ അങ്ങനെ വേറെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്കത്ര സേഫായിട്ട് തോന്നിയില്ല. കാരണം ആരും ഇല്ലാത്തൊരു വനമാണ്. പിന്നെ ഇങ്ങനെ ആൾക്കാർ വരുന്നു. കണ്ടോ, ഇവിടെ ഈ മരങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ലൈനായിട്ടാണ് അവർ കുഴിച്ചിട്ടിട്ടുള്ളത്. നല്ല എന്താ പറയുക, വരച്ചിട്ട് കുഴിച്ചിട്ടില്ല, അതുപോലെയാണ് അവർ നട്ടിട്ടുള്ളത് കേട്ടോ. ഒരു തരം മണമുണ്ട്. യൂക്കാലിപ്സ് എല്ലാം തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ പട്ടയുടെയൊക്കെ മരമില്ലേ, അതുപോലെയാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. കാരണം ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല രാത്രി ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ KL അല്ലേ വണ്ടി. അപ്പം ഞങ്ങൾ തിരിച്ചു.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.